ഗുഡ് മോർണിംഗ് ഓൾ, ദിസ് ഇസ് സിയാത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരാഴ്ചേനെ നിഫ്റ്റി ആളുകൾ നോക്കി കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയുടെ വമ്പിച്ച ഒരു വിജയമാണ് BJP കരസ്ഥമാക്കിയത്. ദേശീയ തലത്തിൽ 132 ഒറ്റകക്ഷി വിജയം BJP അവിടെ ലഭിച്ചിട്ടുണ്ട്. അത് കാരണം മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ FISൻ്റെ സെൻറ്റിമെൻറ്റ്സ് എല്ലാം തന്നെ മാറുമെന്നൊക്കെ തന്നെയാണ് നിക്ഷേപകരുടെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയും അത് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്ത് ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്നും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് ഓപ്പൺ ആകും എന്നല്ല, ട്രേഡ് ചെയ്യുന്നുണ്ട്. കറൻലി 9.4 അതിൻ്റെ ഏകദേശം ഒരു പകുതി പോയിൻ്റെങ്കിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട്, അതായത് ഒരു 100 മുതൽ 200 പോയിൻ്റ് വരെയുള്ള ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് ഓപ്പൺ ആകട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷ. ഞാനിത് പറയുന്നത് നമ്മൾ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് വലിയ ഗിമ്മിങ്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഡീസൻ്റായിട്ടുള്ള ഗ്യാപ്പ് അപ്പ് നിഫ്റ്റിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ FISൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റി വളരെയധികം ക്രൂഷ്യലായിരിക്കും. FIS ഇത്തരം ഒരു BJPയുടെ വിജയത്തിന് ശേഷം അവർ എന്താണ് ചെയ്യുന്നത്? ബൈ ആണോ അതോ വീണ്ടും അവർ സെല്ലാണോ? വീണ്ടും അവർ സെല്ലാണെങ്കിൽ വേറെ എന്തോ റീസൺ കൊണ്ടാണ് അവർ സെല്ല് ചെയ്യുന്നത്. ബൈ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ബൈ ഇലക്ഷനും മറ്റുള്ള ഇലക്ഷൻ്റെ ആ ഒരു അൺസർട്ടനിറ്റി കാരണമായിരിക്കാം അവർ സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ഇന്ന് ബൈ ചെയ്യുമോ എന്നുള്ളത് വളരെയധികം ക്രൂഷ്യലാണ്. ഇന്ന് ബൈ ചെയ്താൽ തീർച്ചയായിട്ടും മാർക്കറ്റ് മൊത്തത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് മാറും. മാർക്കറ്റ് ഇപ്പോൾ ഒരു ഓവർ സോൾഡ് റേഞ്ചിലാണ്. മാർക്കറ്റ് ഇനി റാലി മിസ്സാകുമോ എന്നുള്ള പേടിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 24,000 മുകളിൽ എന്തായാലും ഇന്ന് ക്ലോസിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 97,000, ബ്രന്റ് ഓയിൽ 74, ഗോൾഡ് 2,718. ഗോൾഡും തിരികെ എത്തി. അപ്പോൾ ഒരേ സമയം തന്നെ ഗോൾഡും ബിറ്റ്കോയിനും ഇപ്പോൾ ഓൾ ടൈം ഹൈയിലേക്ക് വരികയാണ്. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 16ആണ്. ഇന്ത്യ വിക്സ് കൊളാപ്സ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഏഷ്യൻ മാർക്കറ്റും വളരെ പോസിറ്റീവാണ്. ഏറ്റവും താഴെ കാണുന്നത് US മാർക്കറ്റും അതിന് മുകളിൽ കാണുന്നത് 3 യൂറോപ്യൻ മാർക്കറ്റാണ്. അതായത് US മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസിന് ശേഷം 2 ഡോയും നാസ്ഡാക്കും പോസിറ്റീവായിരുന്നു. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റും പോസിറ്റീവായിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ അവസ്ഥയാണിത്. എല്ലാം പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവാണ്. മൊത്തത്തിലൊരു പോസിറ്റീവ് മഴയാണ് ഇപ്പോൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ ഇടയിൽ കൂടി നെഗറ്റീവ് മഴ ഫേസിൻ്റെ സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഹീറോ മോട്ടോ കോർപ്പാണ്. US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് ഹീറോ മോട്ടോ കോർപ്പ് ടൈപ്പ് ചെയ്ത് EV ബൈക്കുകൾ ഇറക്കാനായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. സൊമാറ്റോ BSEയിൽ ഡിസംബർ 23 കൂടിയിട്ട് ആഡ് ചെയ്യും. എയർടെൽ S&P ഗ്ലോബൽ എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി എയർടെലിനെ അപ്ഗ്രേഡ് ചെയ്തു. CESC കമ്പനി 3200 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഹൈഡ്രജൻ റിന്യൂവബിൾ പ്രൊജക്റ്റ് അവർ ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് US ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഷിപ്പിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. സാങ്കിൾ പ്രീപെയ്ഡ് ആൻഡ് ഓഷൻ സർവീസ് കമ്പനി ഇവർ ഗോൾഡൻ GSR മ്യൂസിക് പ്ലാറ്റ്ഫോമായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. BSE 43 പുതിയ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്, സ്റ്റോക്കിൻ്റെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിലെ FNO ആരംഭിക്കും. സെൻട്രൽ ബാങ്ക് കമ്പനി ഇവർ ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതിനു വേണ്ടിയിട്ട് RBIയുടെ അംഗീകാരം ലഭിച്ചു. കർണാടക ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ ഡെനിം ഇൻഡസ്ട്രീസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഇവർ ഗുർഗാവിൽ ഒരു പുതിയ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസാണ്. സർദ എനർജി കമ്പനി കോൾ മൈൻ പ്രൊജക്റ്റ് ഇവർക്ക് ലഭിച്ചു. RVNL കമ്പനിക്ക് 832 കോടി രൂപയുടെ ഒരു ഓർഡർ ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ജ്യോതി സ്ട്രക്ചർ കമ്പനി ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. 500 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്സ് കമ്പനിക്ക് 532 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പാരാസ് ഡിഫൻസ് കമ്പനിക്ക് 500 കോടി രൂപയുടെ ഒരു ഓർഡർ നേവി മുംബൈയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. പ്രോട്ടീൻ EVG ടെക്നോളജി കമ്പനി ഇവർ NSE ഇവരുടെ 10% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണ്. മഹീന്ദ്ര ലൈഫ് സയൻസ് കമ്പനി ഇവർ തമിഴ്നാട്ടിൽ ലാൻഡ് അക്യൂർ ചെയ്തു പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ. പ്രകാശ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ്
ഇപ്പോഴുള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസായിട്ട് വൈകിട്ടെത്താം. താങ്ക് യു ഓൾ.